ഇത്രയും സിമ്പിൾ ആയിട്ടൊരു ബീഫ് റെസിപ്പി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കാണത്തില്ല. ഇതാണ് ബീഫ് ഹനീത്ത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? ഇതിനു വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു പാനിനകത്തേക്ക് കുറച്ച് ഏലക്ക, ഗ്രാമ്പു, അതുപോലെ തന്നെ 2 സ്പൂൺ മല്ലി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചെറിയ ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് നമുക്ക് ബീഫിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് മാഗി ക്യൂബും കുറച്ച് വിനാഗിരി, ഉപ്പും ഇട്ടിട്ട് നമുക്ക് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്കിതാ ഒരു പാനിനകത്തിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇനി റൈസ് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാനിനകത്തേക്ക് പട്ടയും ഗ്രാമ്പൂ ഏലക്കയും അതുപോലെ തന്നെ സവാള, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ഡ്രൈ ലെമണും ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ബീഫ് വേവിച്ച വെള്ളവും ബാക്കി നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് ഇതുപോലെ വേണം വേവിച്ചെടുക്കാൻ. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ബീഫ് ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഹനീത്ത് റെഡിയാക്കി എടുക്കാം.